മറച്ചുവെക്കാൻ ആര് ശ്രമിച്ചാലും വിജയിക്കില്ലെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെയും റൌഫിന്റെയും വെളിപ്പെടുത്തലുകൾ തെളിയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ. റൌഫിനും കൂട്ടുകാർക്കും വഴിവിട്ട സഹായം ചെയ്തെന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടി അത്തരം കാര്യങ്ങൾ പൊതുവിൽ പറഞ്ഞാൽ പോരാ. 6 or 7 പെൺകുട്ടികളെ പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചതിനെ പറ്റിയാണോ അതല്ല പാകിസ്ഥാന്റെ കള്ളനോട്ട് കൈകാര്യം ചെയ്തതിനെ പറ്റിയാണോ എന്ന് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ശബരിമല സന്നിധാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിനു ശേഷമാണ് മുഖ്യമന്ത്രി വാർത്താലേഖകരെ കണ്ടത്. കുഞ്ഞാലിക്കുട്ടിയുടെയും റൌഫിന്റെയും വെളിപ്പെടുത്തലുകളെപ്പറ്റിയുള്ള വി.എസിന്റെ ആദ്യ പ്രതികരണം ഇങ്ങനെയായിരുന്നു. സത്യം എപ്പോഴെങ്കിലും ആരെങ്കിലും മറച്ചുവെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് വിജയിക്കില്ലെന്നും ഒരു നാൾ അതെല്ലാം പുറത്തു വരും എന്നുമുള്ള കാര്യമാണ്. ഇതിനെല്ലാം വേണ്ടി ഒന്നിച്ച് ശ്രമിച്ചിരുന്ന ആളുകളെല്ലാം എന്തോ കാരണത്താൽ ഇപ്പോൾ പല തട്ടുകളിലാകുകയും അവര് ഓരോരുത്തരായിട്ട് വസ്തുതകൾ ഇങ്ങനെ പറയാൻ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ ഉപജ്ഞാതാവ് തന്നെ ആദ്യമായി തന്നെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരിക്കുകയാണ്. മറ്റേ മറിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അപകടകരമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുറത്തു വന്നിരിക്കുക. മന്ത്രിയായിരുന്നപ്പോൾ റൌഫിനും കൂട്ടർക്കും വഴിവിട്ട സഹായം ചെയ്തു കൊടുത്തെന്ന കുഞ്ഞാലിക്കുട്ടിയുടെ കുറ്റസമ്മതത്തോട് അതിരൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അപ്പൊ വഴിവിട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ പറഞ്ഞാൽ പോരല്ലോ. 6-7 അല്ലെങ്കിൽ അതിലധികമോ പെൺകുട്ടികളെ പല കാര്യങ്ങൾക്കും അദ്ദേഹം വിനിയോഗിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതോ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന കള്ളനോട്ട് കൈകാര്യം ചെയ്യുന്നതിലുള്ള ഒരു കുറ്റബോധമാണോ? പെൺവാണിപ്പക്കാരെ കയ്യാമം വെച്ച് നടത്തുമെന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുന്നതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചു. അതെല്ലാം നമുക്ക് പിന്നീട് പറയാം. പെൺകുട്ടികളെ അത് ഒന്നും രണ്ടുമല്ല, നിരവധി പെൺകുട്ടികളെ ഇങ്ങനെ അന്യാധീനപ്പെടുത്തുക എന്നുള്ളത് വന്നപ്പോഴുള്ള എന്റെ ഒരു രോഷം, അത് ജനങ്ങളുടെ ഒരു രോഷത്തോട് ചേർന്നുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോ അതുമാത്രം മതിയോ, മറ്റു കാര്യങ്ങളും കൂടെ വേണ്ടേ എന്നൊക്കെയുള്ള എല്ലാം തന്നെ വസ്തുതകളെല്ലാം പുറത്തു വന്നതിന് ശേഷം നമുക്ക് നിശ്ചയിക്കാം. ഇപ്പോൾ പുറത്തു വന്നത് വസ്തുതകളുടെ ഒരു ഭാഗം മാത്രമാണെന്നും ഇനിയും വേറെ കാര്യങ്ങൾ പുറത്തുവരാനുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യ